മിനിസ്റ്റർ ചേരുകയാണ്. എങ്ങനെയാണ് ഒരു പുലിക്കളി ആവേശമൊക്കെ എങ്ങനെയാണ്? പുലിക്കളി തൃശ്ശൂർക്കാരുടെ ഒരു പ്രത്യേക ആവേശമാണ്. ഈ തൃശ്ശൂരിൻ്റെ പാരമ്പര്യ കലാരൂപമാണ്, നാടൻ കലാരൂപമാണ്. തൃശ്ശൂരിൻ്റെ കൂട്ടായ്മയുടെയും ഐക്യത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയൊക്കെ ഒരു വിളംബരമാണ് പുലിക്കളി. കാരണം ഈ റൗണ്ടിന് ചുറ്റും വിവിധ ദേശങ്ങളിൽ നിന്നുള്ള അതാത് ദേശങ്ങളിലെ ജനങ്ങളുടെ കൂട്ടായ്മകളായിട്ടാണ് പുലിക്കളി സംഘങ്ങൾ രൂപപ്പെടുന്നത്. ഈ ടീമുകൾ വിവിധങ്ങളായിട്ടുള്ള റേഡിയൽ റോഡുകളിലൂടെ കടന്നു വരികയാണ്. ഈ സ്വരാജ് റൗണ്ടിന് ചുറ്റും 13 റേഡിയൽ റോഡുകളുണ്ട്. അതിലൂടെ അവങ്ങനെ പ്രവേശിക്കും, ഈ സ്വരാജ് റൗണ്ടിൽ സംഗമിക്കും. അതോടുകൂടി ഇത് ഈ ദേശക്കൂട്ടായ്മയുടെ ഈ തൃശ്ശൂരിൻ്റെ സംഘമായിട്ടത് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം മനുഷ്യർ തമ്മിലുള്ള ഇഴയെടുപ്പുള്ള ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിന് പുലിക്കളിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതായത് ദേശങ്ങളിലെ ആളുകളുടെ കൂട്ടായ്മ. ഈ പുലിക്കളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് സാധാരണക്കാരുടെ കലാരൂപമാണ്. അതിസാധാരണക്കാരായ മനുഷ്യരാണ്, വർക്കിംഗ് ക്ലാസ്സാണ് അതിൽ പങ്കെടുക്കുന്നത്, അല്ലാതെ മേൽത്തട്ടുകാരായ ആൾക്കാരല്ല. അപ്പോൾ സ്ഥിരമായി അടിച്ചമർത്തപ്പെടുന്നവരുടെ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ അടയാളം കൂടിയാണ് അത്. മിനിസ്റ്റർ എത്രാമത്തെ കൊല്ലമാണ് ഇപ്പം ഈ ഒരു പുലികളി? ഞാൻ മേയറായിരിക്കുന്ന സമയത്താണ് പുലിക്കളി ഏകോപന സമിതി രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ അന്ന് തുടങ്ങി ഈ മാധ്യമ ശ്രദ്ധ കുറച്ചധികം വർദ്ധിച്ചിട്ടുണ്ട്. കാരണം ശില്പശാലകളും കൂടുതൽ പ്രചരണത്തിന് സഹായകരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ പല ദേശങ്ങളിലേക്ക് ഇതിൻ്റെ പകർപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ സ്വരാജ് റൗണ്ടിൻ്റെ ഈ പ്രത്യേകമായിട്ടുള്ള പ്രകൃതി അത് വേറെ എവിടെ ഇല്ല എന്നുള്ളതാണ്. പുലിക്കളി അനുഭവം ഒന്ന് പങ്കുവയ്ക്കാവോ? അതായത് വർഷങ്ങളായി ഇവിടെ പുലിക്കളി കൂടുന്ന ആളായിരിക്കും മന്ത്രി, അപ്പോൾ ആ ഒരു അനുഭവം 5 വർഷം ഞാൻ മേയറായിരിക്കുമ്പോൾ അതിൻ്റെ മുഖ്യ സംഘാടകയായിരുന്നു. എല്ലാ സംഘങ്ങളിലും നമുക്ക് അടുത്ത സുഹൃത്തുക്കളുണ്ട്. മെയ്യെഴുത്ത് പോലുള്ള കാര്യങ്ങൾ ഇന്ന് ലോകത്തിൽ തന്നെ ഈ ബോഡി ആർട്ട് എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരു കാലമാണ്. അപ്പോൾ ആ കല അത് ശ്രദ്ധേയമായ വിധത്തിൽ ലോകമെമ്പാടും തന്നെ മാധ്യമങ്ങളിലൂടെയൊക്കെ ആളുകൾ കാണുന്നു. അത് നമ്മുടെ ടൂറിസം സാധ്യതയൊക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യർ തമ്മിലുള്ള അടുപ്പവും കൂട്ടായ്മയൊക്കെ വർദ്ധിപ്പിക്കുന്നു എന്നതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ ടൂറിസം സാധ്യതകളും സാംസ്കാരികമായ തലങ്ങളും ഒക്കെ ഇത് വിപുലീകരിക്കുന്നുണ്ട്. ഇപ്പം തന്നെ എത്രയോ മനുഷ്യർ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നു. അവരേക മനസ്സായിട്ട് ഈ കളി കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരേ താളത്തിൽ നമ്മുടെ എല്ലാവരുടെയും ശരീരം ചലിക്കുകയും അതിൻ്റെ ഒപ്പം നമ്മൾ കൈമുട്ടൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഐക്യബോധമുണ്ട്. അതിന്ന് വളരെ പ്രസക്തിയുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിയമസഭയിലെ ഒരു വനിതാ സാന്നിധ്യമാണ്. അപ്പോൾ ഈ പുലിക്കളിയിലും പല വനിതകളും പെൺപുലികളായിട്ട് ഇത്തവണ കുറച്ചുകൂടി കൂടുതലുണ്ടെന്ന് തോന്നുന്നു, അങ്ങനെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു സന്ദേശമല്ലേ നൽകുന്നത്? തീർച്ചയായും. പുലിക്കളി ആദ്യകാലങ്ങളിൽ പുരുഷന്മാർ മാത്രം പങ്കെടുക്കുന്ന ഒരു കലാരൂപമായിരുന്നു. കാഴ്ചക്കാരായി പോലും പരിമിതമായിട്ട് സ്ത്രീകളുണ്ടായിരുന്നുള്ളൂ പണ്ടൊക്കെ. ഇത് ആരംഭിക്കുന്നത് കൊക്കാല പ്രദേശത്തുള്ള മുസ്ലിങ്ങളായിട്ടുള്ള അഭ്യാസികൾ ഈ ഒലക്കമേൽ കയറി നിന്നിട്ടുള്ള ചില മെയ്യഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനം, അതിൽ നിന്നാണ് പുലിക്കളി ആദ്യം ആരംഭിക്കുന്നത്. അപ്പോൾ ഒരു പൗരുഷ പ്രകടനത്തിൻ്റെ വേദിയായിരുന്നു. പക്ഷേ ഇന്ന് എല്ലാ മേഖലകളിലും എന്ന പോലെ പുലിക്കളിയിലും സ്ത്രീകൾ സജീവ പങ്കാളികളാകാണ്. ഇന്നിപ്പോൾ നമ്മൾ ഓരോ കേന്ദ്രങ്ങളിൽ ചെല്ലുമ്പോൾ ശരീരത്തിൽ വരയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. അവർ ചുവട് വയ്ക്കുന്നുണ്ട്, പുലികളായി വേഷം മാറി അവർ പുലിക്കളിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ മാറ്റത്തിൻ്റെ അടയാളങ്ങളാണ്. മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും സ്ത്രീകൾ കടന്നു വരുന്നതിൻ്റെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചയാണ്. കുട്ടികളും ഉണ്ട് ഇത്തവണ, വളരെയധികം കുട്ടികളുണ്ട്. ആ മാറ്റത്തിന്റെ കൂടെ തൃശ്ശൂരും പങ്കേരുകയാണ്. അതായത് ഒരു മാറ്റത്തിന്റെ കൂടെ തൃശ്ശൂരും കൂടുന്നു. അത് അനിവാര്യമായിട്ടുള്ള കാര്യമാണല്ലോ, സ്വാഭാവികമാണ് അതങ്ങനെ വരുമെന്നുള്ളത്. മാറ്റങ്ങളോടൊപ്പം സഞ്ചരിക്കുകയാണ് ലോകം, അതിൽ തൃശ്ശൂരും പങ്കാളിയാകുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പുലിക്കളിക്ക് ഇത്തവണ ഒരുപാട് സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, ഈ മുണ്ടക്കൈ ദുരന്തം അടക്കം ബന്ധപ്പെട്ടിട്ട്. അപ്പൊ അത് മറികടന്നാണ് ഇത്തവണ ഈ ഒരു പുലിക്കളി നടത്തുന്നത്. അതായത് ഔദ്യോഗികമായിട്ട് ഗവൺമെന്റിന്റെ പരിപാടികൾ ഓണക്കാലത്ത് വേണ്ടാന്ന് വെച്ചെങ്കിൽ പോലും ഞാൻ പ്രധാനമായിട്ടും ഇടപെട്ടിട്ടാണ് ഇതിന് അനുമതി വാങ്ങിയെടുത്തത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഞാൻ മേയറായിരിക്കുന്ന കാലം മുതൽ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. വളരെ പാവപ്പെട്ട മനുഷ്യരാണ് ഈ പുലിവേഷം കെട്ടി രംഗത്ത് വരുന്നത്. അവരുടെ ഒരു ദിവസമാണ് ഈ പുലിക്കളി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ ഒരു വർഷത്തോളം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു അവസരം കൂടിയാണ്. അപ്പോൾ അവരുടെ ആ ഒരു സന്തോഷം, അവർക്ക് കിട്ടുന്ന ചെറിയ പ്രതിഫലം, ചെറിയ അംഗീകാരം, അത് വളരെ പ്രാധാന്യമുള്ളതാണെന്ന് കണ്ടുകൊണ്ടാണ് പ്രത്യേക അനുമതി ഇതിനായിട്ട് വാങ്ങിച്ചത്.
അപ്പോ തൃശ്ശൂർ സജ്ജമാണ്, നമ്മളും ഈ ഒരു പുലിക്കളി കഴിയുന്നവരെ കൂടെ ഉണ്ടാകും. ആ ആവേശമാണ്. തീർച്ചയായും നിയമസഭയിലെ ഒരു വനിതാ പുലി മന്ത്രിയാണ്. അപ്പോ വലിയ തരത്തിൽ ആവേശം, അത് മന്ത്രിയും നമ്മുടെ കൂടെ ചേരുകയാണ്. വലിയ തരത്തിൽ ഈ ഒരു പുലിക്കളിയുടെ ആവേശം പങ്കുവയ്ക്കുകയാണ്. എല്ലാരും ആവേശത്തിൽ.